ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും അധികം ചീത്തപ്പേര് കിട്ടിയ വണ്ടികളിലൊന്നാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. എന്തുകൊണ്ടാണ് ബുള്ളറ്റിന് ഇത്രയധികം ചീത്തപ്പേരുകൾ കിട്ടിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശരിക്കും ബുള്ളറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നും ഉണ്ടാക്കിയ ഒരു വണ്ടിയല്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ആക്സിഡൻറ്റുകൾ ബുള്ളറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പയ്യന്മാർ ആരെങ്കിലുമൊക്കെ കൊണ്ട് ഇടിച്ച് കൊന്നതായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇവരെവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഇടിച്ച് വീണ് അവർക്ക് വളരെയധികം മാരകമായിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റിയതായിട്ടും മരണപ്പെട്ടതായിട്ടും ആളുകളൊക്കെ പയ്യന്മാരൊക്കെ മരിക്കുന്നതായിട്ടൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ വണ്ടിക്ക് ഇല്ലാത്ത കംപ്ലൈൻറ്റുകളൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓയിൽ ചാടക്കം, അതുപോലെ എൻജിൻ വൈബ്രേഷൻ, അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് കുറ്റങ്ങളും കുറവുകളും എല്ലാം കേട്ട് ചീത്തപ്പേരുകൾ കേട്ട് നാണം കെട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ബുള്ളറ്റ്. കാരണം ഇന്ന് ബുള്ളറ്റുകളെ ആളുകൾ പറയുന്നത് കാക്ക എന്നാണ്. എന്നുവെച്ചാൽ എല്ലായിടത്തും കാക്കകളുണ്ടല്ലേ, അതേപോലെ തന്നെയാണ് പറയുന്നത്. റോഡുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, നിരത്തുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ബുള്ളറ്റുകൾ ഇപ്പോൾ കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ നിരത്തുകളിൽ എവിടെ നോക്കിയാലും ബുള്ളറ്റുകളെ കാണാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയപ്പോഴാണ് ബുള്ളറ്റുകൾക്ക് ചീത്തപ്പേരുണ്ടായത്. എന്ന് വെച്ചാൽ, പഴയ കാലത്ത് ബുള്ളറ്റുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളുകൾ അവർ വളരെ കഷ്ടപ്പെട്ട് അവർ പണി ചെയ്ത കാശ് കൂട്ടി വെച്ചൊക്കെ വാങ്ങിയൊരു വണ്ടിയാണ്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് 18-19 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ, അവന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരോട് എനിക്കൊരു വണ്ടി മേടിച്ച് തരണമെന്ന് ചോദിക്കുമ്പോൾ അവർ വീട്ടുകാർ ചോദിക്കും, മക്കളെ ഏത് വണ്ടി വേണം? അതെനിക്ക് ബുള്ളറ്റ് വേണം. അവരുടനെ വാങ്ങി കൊടുക്കുകയാണ്, മക്കളെ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളറ്റ്. അങ്ങനെ ബുള്ളറ്റിനെ കുറിച്ച് അറിയാത്ത, ബുള്ളറ്റിനെ മനസ്സിലാക്കാതെ അർഹതയില്ലാത്തവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയുന്നത് പോലെ ഒരുപാട് ആളുകളുടെ കയ്യിലിപ്പോൾ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതിന് ശേഷമാണ് വീട്ടുകാർ മക്കൾക്ക് വാഹനങ്ങൾ എടുത്ത് എന്ന് കൊടുത്തു തുടങ്ങിയോ അന്ന് മുതലാണ് ബുള്ളറ്റുകൾക്ക് കണ്ടകശനി ആരംഭിച്ചത് എന്ന് പറയാം. കുറച്ചുകൂടി വിശദമായി പറഞ്ഞു തരാം. പഴയ കാലത്ത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 100 ബുള്ളറ്റ് ഇറങ്ങിയെന്നിരിക്കട്ടെ. ചിലപ്പോൾ അതിൽ 1-2 ബുള്ളറ്റ് വീട്ടുകാർ, വളരെ കാശുള്ള കുടുംബത്തിലെ ആളുകൾ അവരുടെ കാശിൻ്റെ കൊഴുപ്പ് കൊണ്ട് മക്കൾക്ക് എടുത്ത് കൊടുത്തായിരിക്കും. ബാക്കി 98 ബുള്ളറ്റുകളും ആ ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവൻ, ആ വ്യക്തി സ്വന്തമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ കാശ് കൊണ്ട് വാങ്ങിയതായിരിക്കും. കാരണം പഴയ കാലത്ത് ഇപ്പോൾ വീട്ടിലൊരുത്തൻ പറയണം, ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ പറയണം, ഒരു 18-20 വയസ്സായ ഒരു പയ്യൻ പറയാണ്, അച്ഛാ അമ്മ എനിക്കൊരു ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കവളി മടൽ വെട്ടിയടിക്കും. കാരണം അന്നത്തെ കാലത്ത് ഈ മക്കൾക്ക് ഈ ഒരു വാഹനങ്ങൾ എടുക്കാനൊന്നും വീട്ടുകാർ, അതും ബുള്ളറ്റ് പോലുള്ള എക്സ്പെൻസീവ് ആയ ഒരു വണ്ടി എടുക്കാനൊന്നും വീട്ടുകാർ അങ്ങനെ ഒരുപാട് കാശൊന്നും കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ആളുകൾ ആ പഴയ കാലത്ത് അവരെന്തെങ്കിലുമൊക്കെ ജോലി നേടി ആ ജോലിയിൽ നിന്ന് കാശൊക്കെ മിച്ചം പിടിച്ച് കഷ്ടപ്പെട്ട് ഈ വണ്ടി എടുക്കും. കാരണം അവർക്കൊരു 18 വയസ്സിൽ തുടങ്ങുന്ന ഈ ആഗ്രഹം സഫലമാകുന്ന ചിലപ്പോൾ ഒരു 25, 26, 30 വയസ്സിലായിരിക്കും. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഇവർ ഈ വണ്ടികളെക്കുറിച്ച് അതിൻ്റെ 99% കാര്യങ്ങളും മനസ്സിലാക്കി, അറിഞ്ഞ്, ആഗ്രഹിച്ച് അവർ മേടിക്കുന്നതായിരിക്കും. സ്വന്തം വിയർപ്പിൻ്റെ അധ്വാനം കൊണ്ട് ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് അതിനെ സംരക്ഷിക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. നമ്മളതങ്ങ് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് പഴയകാലത്ത് ബുള്ളറ്റുകൾക്ക് യാതൊരുവിധ ചീത്തപ്പേരും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് പറഞ്ഞാൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെ ബുള്ളറ്റിനെ കുറിച്ച് മോശമായിട്ട്, ബുള്ളറ്റ് ഒരു മോശം വണ്ടി എന്ന് പറയുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ആരാധനയോടെയും അല്ലെങ്കിൽ ഒരു അപൂർവമായൊരു സംഭവമായിട്ട് കാണുന്ന ഒരു വണ്ടിയായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഒരിടത്ത് നമ്മളൊരാളെ അന്വേഷിച്ച് ചെല്ലുന്നു, ആള് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. അയാളുടെ പേരറിയില്ലെങ്കിൽ പോലും നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഇനി ഒരു ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർ ആളിനെ തിരിച്ചറിയാം. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പോലും ഒരു പ്രാധാന്യമുണ്ടായിരുന്ന ഒരു വണ്ടി ഇന്ന് വെറും ഒരു ചവറ് വണ്ടിയായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. വളരെയധികം ചീത്തപ്പേരുകൾ കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അർഹതയില്ലാത്ത, കഷ്ടപ്പെടാതെ, സ്വന്തം വിയർപ്പിൻ്റെ അധ്വാനം കൊണ്ട് നേടാതെ വെറുതെ ഈസി ആയിട്ട്, ഫ്രീ ആയിട്ട് വണ്ടി കിട്ടുന്ന കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഈ വണ്ടിയുടെ ഇന്നത്തെ പേരുദോഷത്തിന് കാരണം. ഈ ബുള്ളറ്റിൻ്റെ കാലക്കേട് വന്നു തുടങ്ങിയതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വണ്ടി CC ഇട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരാൾ കമൻ്റ് ആയിട്ടിട്ടു, ഇന്ന് കണ്ട ചെമ്മാൻ്റെയും ചെരുപ്പ് കുത്തിയുടെയും ടൈൽസ് പണിക്കാരൻ്റെ ഒക്കെ കയ്യിൽ ബുള്ളറ്റ് ഉണ്ട്, ഇതിനിപ്പോൾ വിലയില്ലാതായിരിക്കുന്നു. അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്.
ചെമ്മാൻ്റെ കയ്യിലും ചെരുപ്പ് കുത്തിയുടെ കയ്യിലും ടൈൽസ് പണിക്കാരൻ്റെ കയ്യിലും പെയിൻറ് പണിക്കാരൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ബുള്ളറ്റ് ഉണ്ടാകട്ടെ. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. താഴേക്കിടയിലുള്ള ആളുകൾ ഒരുപാട് ആഗ്രഹിച്ച് അവർക്കും കൂടി ഇപ്പോൾ ഇത് പ്രാപ്യമാകുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു സന്തോഷമായ കാര്യമാണ്. പക്ഷേ ഇതിന് സാധ്യമായത് ഈ വണ്ടി CC ഇട്ട് കിട്ടുന്ന ഒരു കാര്യം. ഇന്ന് ബുള്ളറ്റിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു അല്ലേ, അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ ബുള്ളറ്റ് വാങ്ങുന്നു എന്ന് വെച്ചാൽ ബുള്ളറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സമയം കിട്ടാതെ ഒരു ആവേശത്തിന് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള എല്ലാവരും ബുള്ളറ്റ് വാങ്ങട്ടെ, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ വാങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങുന്നവൻ 5 വർഷം 10 വർഷം കൂട്ടിവെച്ച കാശിനായിരിക്കും പഴയ കാലത്തൊരു വണ്ടി വാങ്ങുന്നത്. കാരണം ഇത്രയും കാശ് അവൻ്റെ കയ്യിൽ കൂടി വരണമെങ്കിൽ അവൻ ഒരു 4-5 വർഷം പണി ചെയ്ത് മിച്ചം പിടിച്ച് വെച്ചാൽ മാത്രമേ ഒരു ബുള്ളറ്റ് വാങ്ങാനുള്ള കാശ് കിട്ടുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു 5000-ഓ 10,000-ഓ എവിടെന്നെങ്കിലും ഒരു പിരിവെടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു കമ്പനി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബുള്ളറ്റ് കിട്ടുന്നു. നമുക്ക് മാസാമാസം അതിൻ്റെ ലോൺ അടച്ച് തീർത്താൽ മതി. എന്ന് വെച്ചാൽ വണ്ടിയെക്കുറിച്ച് അറിയാതെ പെട്ടെന്നൊരാവേശത്തിന് ചാടിക്കേറി വണ്ടി വാങ്ങുന്നു. ഇന്ന് ചിന്തിക്കുന്നു, അടുത്ത ആഴ്ച ബുള്ളറ്റ് എടുക്കുന്നു. അങ്ങനെ വാങ്ങുന്ന ആളുകൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റിനെ മനസ്സിലാക്കാതെ ഓടിക്കുകയും ഇതിന് ചീത്തപ്പേരുണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഇവർ വിചാരിക്കുന്ന, ഇവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന വണ്ടി അങ്ങ് പറത്തി പോകാനുള്ളൊരു വണ്ടിയാണെന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവന്മാർ കിട്ടിയ പാടെ ഇതങ്ങ് പറത്തി, ഇതിന് കംപ്ലൈൻറ്റുകൾ വന്ന് ഓയിൽ ലീക്കായി, ഫോർക്ക് പോയി, സ്റ്റമ്മ് പോയി, ഇതിൻ്റെ എൻജിൻ വൈബ്രേഷൻ വന്ന്, ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടായി. ഈ കംപ്ലൈൻറ്റുകൾക്കെല്ലാം ഇവന്മാരുടെ പ്രശ്നം കൊണ്ട് ഈ വണ്ടിക്ക് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളെല്ലാം ഇവർ ഈ വണ്ടിക്കും ഈ വണ്ടിയുടെ കമ്പനിക്കും ഇതിൻ്റെ വർക്ക്ഷോപ്പ് മേശിരിക്കും എല്ലാവരുടെയും അവരവരുടെയൊക്കെ കുറ്റങ്ങളായി പറയും. ഇവർ തിരിച്ചറിയുന്നില്ല ഈ ബുള്ളറ്റിനെ കുറ്റം പറയുന്ന ഈ യുവ തലമുറ, ഈ ഫ്രീക്കന്മാരായിട്ടുള്ള പയ്യന്മാർ, അവന്മാരുടെ പോരായ്മ കൊണ്ടാണ്, അവർക്ക് ഈ വണ്ടി നേരെ ചെയ്ത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇതിന് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് ബുള്ളറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഈ കാലത്ത് മിക്കവാറുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം, പുതിയ ബുള്ളറ്റ് മോശമാണ്, പഴയ ബുള്ളറ്റ് വളരെ നല്ലതാണ്, സൂപ്പർ വണ്ടിയാണെന്ന്. ശരിക്കും പുതിയ ബുള്ളറ്റ് മോശമായതുകൊണ്ടോ പഴയ ബുള്ളറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടോ അങ്ങനെയല്ല. പഴയ ബുള്ളറ്റ് കയ്യിൽ കിട്ടിയ ആളുകൾ, പഴയ കാലത്ത് വണ്ടികൾ വാങ്ങിയിരുന്ന ആളുകൾ അത് വളരെയധികം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പഴയ ബുള്ളറ്റ് ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ പുതിയ മോഡൽ ബുള്ളറ്റാണ്. പക്ഷേ പഴയ മോഡൽ ബുള്ളറ്റ് ഒരാൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. കാരണം അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അല്ലേ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അത് സ്റ്റാർട്ട് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ കുറച്ചുകൂടി ഇതിനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ആളുകളുടെ കയ്യിൽ പഴയ ബുള്ളറ്റ് ഇരിക്കുന്നെങ്കിൽ അവർ ഇതിനെ മനസ്സിലാക്കി പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പഴയ ബുള്ളറ്റുകൾ നല്ലതാണെന്നും പുതിയ ബുള്ളറ്റുകൾ മോശമാണെന്നും ഇപ്പോൾ ആളുകൾ പറയേണ്ടി വരുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, ബുള്ളറ്റിനല്ല പ്രശ്നം. ഓരോ കമ്പനിയും അവരവരുടെ പുതിയ മോഡൽ വണ്ടികൾ ഇറക്കുന്നത് പഴയ മോഡൽ വണ്ടിയുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ബുള്ളറ്റുകൾ ഇറക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ വണ്ടി സ്പീഡിന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്നുള്ളതാണ്, ഒരു സ്പോർട്സ് ബൈക്ക് ആണെന്നുള്ള ഒരു ധാരണ ചെറുപ്പക്കാർക്കുണ്ട്. മിക്കവാറുമൊക്കെ ഈ അവരുടെ ഗേൾ ഫ്രണ്ടിനെയൊക്കെ പിറകിൽ കയറ്റി ഇരുത്തി പോകുമ്പോൾ ഗേൾ ഫ്രണ്ടൊക്കെ പറയും അവർക്ക് ഈ പയ്യന്മാർ പറത്തി പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറത്തി പോകാൻ വേണ്ടിയിട്ട് അവരുടെ താല്പര്യത്തിനും കൂടി യവന്മാർ ഈ വണ്ടി പറത്തി പോകും. ചിലപ്പോൾ ഇവർക്ക് തിരിച്ചറിയാമായിരിക്കും ഇത് അത്രയ്ക്കും പറത്താനുള്ള വണ്ടിയല്ല. എങ്കിൽ പോലും മറ്റ് ഈ R15-ലും മറ്റേതിലൊക്കെ പയ്യന്മാർ പറത്തി പോകുന്നത് കണ്ടിട്ട് ഈ ബുള്ളറ്റിൻ്റെ ഉടമസ്ഥന്മാരായ പയ്യന്മാരും ഈ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇത് പറത്തി പോകാറുണ്ട്. ഗേൾ ഫ്രണ്ടിന് നഷ്ടമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ പറത്തി പോകുമ്പോൾ നിങ്ങളുടെ ബുള്ളറ്റിന് കംപ്ലൈൻ്റ് ആവുന്നു, നിങ്ങൾ ഈ ബുള്ളറ്റിനെ കുറ്റം പറയുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റ് ഇങ്ങനെ പറത്തി പോകുമ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. പഴയ കാലത്ത് എന്തുകൊണ്ടാണ് ബുള്ളറ്റിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററികൾ ഉണ്ടാകാത്തത്? പഴയ കാലത്ത് ഈ വണ്ടി എടുക്കുന്ന ആളുകൾ ഇതിനെ പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്നത് കൊണ്ട് അവർക്കറിയാം ഇത് പറത്താനുള്ളൊരു വണ്ടിയല്ല, ഇത് പതിയെ പോകാനുള്ളൊരു വണ്ടിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയെ പോകുന്നത് കൊണ്ടാണ് ഇതിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററികൾ ഉണ്ടാകാത്തത്. പഴയ കാലത്ത് വീട്ടുകാരുടെ കാശിന്, സ്വന്തം തന്തയും തള്ളയും വിയർത്ത കാശിന് ചുമ്മാ ഇരുന്നിട്ട് സുഖിച്ചിരുന്നു കൊണ്ട് ഫ്രീ ആയിട്ടൊരു ബുള്ളറ്റ് കിട്ടുന്ന യുവാക്കളാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ബുള്ളറ്റിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത്, ബുള്ളറ്റിൻ്റെ പേരുദോഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ബുള്ളറ്റുകൾ എടുക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കി എടുക്കുക. ഇതൊരിക്കലും ഒരു സ്പോർട്സ് വണ്ടിയല്ല, ഇതൊരു കാക്കയുമല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.